എഡിറ്റഡ് വെർഷൻ എമ്പുരാണോ ആദ്യത്തെ കണ്ടിരുന്നോ? മനസ്സിലായില്ല. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നോ അതോ? ഇല്ല ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണ്. മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലും എനിക്കൊന്നും തോന്നില്ല, പക്കയായിട്ട് തന്നെ തോന്നുന്നു, കിടിലായിട്ടാണ് തോന്നുന്നത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, ഒരുപാട് ഇതിൽ അങ്ങനെ ഒരുപാടെന്നല്ല, എല്ലാം രസമായിട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ലാലേട്ടൻ, പൃഥ്വിരാജ്, ടോവിനോ അങ്ങനെ ഒരാളായിട്ട് എടുത്ത് നിൽക്കുന്നില്ല, എല്ലാം കറക്റ്റായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമാണ്, ബേസിക്കലി ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ബീജിയും ക്യാമറ വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര രസമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് ബേസിക്കലി ഞാനൊരു മ്യൂസീഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലരും പറഞ്ഞു ദീപക് ദേവ് കുറച്ചുകൂടെയൊക്കെ വർക്ക് ചെയ്യാമെന്ന് തോന്നി. ഫസ്റ്റ് ഭയങ്കര ക്ലാസ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും പിന്നെ ഒരു KGF മാസ് പ്രതീക്ഷിച്ച് വന്നുകൊണ്ടായിരിക്കും. എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഒട്ടും തോന്നിയിട്ടില്ല, എല്ലാം സെറ്റായിട്ട് തന്നെ. മേക്കിംഗ് എങ്ങനെയുണ്ട് രാജുവിൻ്റെ? ഭയങ്കര രസമാണ്, കളർ ഗ്രേഡിങ്ങും എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയൊക്കെ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല സിനിമയായിരുന്നു, നല്ല മൂവിയായിരുന്നു. എല്ലാവരും കുറേ ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹൈപ്പിനൊത്തും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ലൂസിഫർ തന്നെ വിചാരിച്ചു പോയി. ഒബ്വിയസ്ലി ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അത്. ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഇതനുസരിച്ചായിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ നല്ല സിനിമയായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. എല്ലാവരുടെ അഭിനയം നല്ല അഭിനയമായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അത് എല്ലാം നല്ല, ലൈക്ക് ക്യാമറ ആംഗിൾ, ഷൂട്ടിങ് എല്ലാം ഭയങ്കര കിടിലമായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായില്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുകയെന്ന് പറഞ്ഞാൽ സിനിമ അപൂർണമാണ്. അപ്പോൾ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്കും സിനിമ അപൂർണമായിട്ടാണ് തോന്നിയത്. ബാക്കിയൊക്കെ ഓക്കെ, നമുക്കിപ്പോൾ അറിയില്ലല്ലോ. ഇപ്പോൾ സിനിമ നമ്മൾ എന്താണ് നല്ലതെന്ന് അറിയാനായിട്ട് നമ്മൾ അത് കണ്ടില്ലല്ലോ, അവരെന്താ എടുത്ത് വെച്ചതെന്നുള്ളത് നമ്മൾ കണ്ടില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നല്ല എന്താണെന്ന് പറയാൻ പറ്റും. അല്ല, ഇറ്റ്സ് ഡെഫിനറ്റ്ലി നൈസ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആൻഡ് ഐ തിങ്ക് കമ്പയർഡ് ടു ഇതുവരെയുള്ള റിവ്യൂസ് വന്നു വെച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം മോർ ദാൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദി മൂവി. പിന്നെ യെസ്, സ്റ്റോറി സംടൈംസ് ഇടയ്ക്ക് കുറച്ച് ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നോട്ട് ബിക്കോസ് അത്ര മോശമാണെന്നുള്ളത്, പക്ഷേ ദ എക്സ്പെക്ടേഷൻസ് ദാറ്റ് വി ഹാവ് ഫ്രം ദി പ്രെഡിസസർ ലൂസിഫർ ആണെന്നുണ്ടെങ്കിൽ പോലും ദി എക്സ്പെക്ടേഷൻസ് ആൻഡ് ദി സ്റ്റോറി ലൈൻ ദാറ്റ് വി മൈറ്റ് എക്സ്പെക്ട് ഒരു നല്ല രീതിയിലാണ്. മേ ബി ആ ഒരു ഇൻസ്റ്റൻസിൽ ചില സ്ഥലത്ത് ഇറ്റ് ഫീൽസ് കൈൻഡ് ഓഫ് ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോൾ ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദി എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മേക്കിംഗ്. അത് സീരിയസ്ലി ഇറ്റ്സ് അൺപാരലൽ ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി മേക്കേഴ്സ്. BGM, yeah, like as I mentioned, ചില മൊമെൻറ്റ്സിലും എസ്പെഷ്യലി ചില സീൻസിലും ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽസ് ഫ്ലാറ്റ്. ബട്ട് ഐ തിങ്ക് ആ മൂവിയുടെ ഒരു ഡൈനാമിക്സിന് മേ ബി ചില at certain portions maybe that was the BGM that was required. Like നമ്മൾ ഈ പറയുന്നല്ലോ, ഒരു പരിധിയിൽ കൂടുതൽ ആ BGMന് ഒരിക്കലും നമുക്കൊരു ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റും കൂടെ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ടു റീറ്റെയിൻ ദാറ്റ് ക്ലാസ്. സോ മേ ബി ഇറ്റ്സ് നൈസ്. ഒരു മോശമായിട്ട് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് സിനിമാറ്റോഗ്രഫി ആൻഡ് ഓൾ ഇസ് എങ്ങനെയുണ്ട്? എമ്പുരാൻ എങ്ങനെയുണ്ട്? അടിപൊളി. ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്, എന്താ തോന്നിയപ്പോൾ? നല്ല പടമാണ്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇന്നിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്, എന്താ തോന്നി? കുഴപ്പമില്ല, മീൻസ് വലിയ റെലവൻസ് ഇല്ല. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മെയിൻ കണ്ടന്റ് എല്ലാം വന്നിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെ നല്ലത് തന്നെയാണ്. ഡയറക്ഷനോ മേക്കിംഗ് ഒക്കെ കൊള്ളാം. നല്ല പടം തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായിട്ടൊന്നുമില്ല. എല്ലാം ആപ്റ്റായിട്ട് തന്നെ ഉണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം വളരെ വ്യക്തമാണ്. സൂപ്പറാണ്. ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ മോഹൻലാലും പൃഥ്വിരാജും ടോവിനോ മഞ്ജുരിയും എല്ലാവരും ഒന്നിനൊന്നിനെ വെച്ചാണ്. ഏറ്റവും എനിക്ക് നടൻ്റെ പേര് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഒരു ആശാരി എന്ന് പറഞ്ഞ ഒരു ആള് നടനായിട്ട് വന്നിട്ടുണ്ട്. ആ താടിയുള്ള ആളെയാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കട്ട് ചെയ്തതിന് ശേഷം കാണുവാണ്, എന്തോ തോന്നി? അല്ല, കൊള്ളാം. എനിക്ക് മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് രണ്ട് വ്യത്യാസം അറിയാം. നേരത്തെ ഫസ്റ്റ് കണ്ടിരുന്നു? കണ്ടിരുന്നു. കട്ട് എവിടേക്കാണെന്ന് മനസ്സിലായി? മനസ്സിലായി. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ഇഷ്ടമായതുകൊണ്ടാണോ വീണ്ടും രണ്ടാമത് കാണാൻ? അതെ.